ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ BJP-യിൽ ചേരുമായിരുന്നുവെന്ന് സംശയമില്ലാതെ പറയാവുന്ന ഒരു സഖാവുണ്ട്. EMS നമ്പൂതിരിപ്പാട്. അധസ്ഥിതരുടെ ക്ഷേമത്തിനു വേണ്ടി സത്യസന്ധമായി പ്രവർത്തിക്കുന്ന നരേന്ദ്രമോദിക്കൊപ്പമായിരുന്നേനെ അദ്ദേഹം ഇപ്പോൾ. നമ്പൂതിരിപ്പാടിനെയും മോദിയും ചേർത്ത് വെച്ചൊരു നഗ്ന സത്യം വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് BJP നേതാവ് AP അബ്ദുള്ളക്കുട്ടി. ഒരു മലയാള പത്രം സംഘടിപ്പിച്ച അക്ഷരോത്സവത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു AP അബ്ദുള്ളക്കുട്ടി. ഞാൻ പറഞ്ഞല്ലോ, മാറ്റമില്ലാത്തതായി യാതൊന്നുമില്ല. EMS എന്തുകൊണ്ടാണ് കോൺഗ്രസ് വിട്ട് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് ആയത്? എന്തുകൊണ്ടാണ് പിന്നീട് കമ്മ്യൂണിസ്റ്റ് ആയത്? പിന്നീട് എന്തുകൊണ്ടാണ് CPM ആയത്? വേദിയിൽ കസേര കിട്ടിയില്ല എന്ന് പറഞ്ഞല്ല EMS പാർട്ടികൾ മാറിയത്. AP അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. നിലപാടുകളായിരുന്നു, സത്യാന്വേഷണമായിരുന്നു EMS പാർട്ടികൾ മാറാൻ കാരണം. ഇന്ന് EMS ജീവിച്ചിരിക്കുകയാണ് എങ്കിൽ അദ്ദേഹം BJP ആകും. അദ്ദേഹം ഉണ്ടായിരുന്നുവെങ്കിൽ അധസ്ഥിതരുടെ ക്ഷേമത്തിനു വേണ്ടി സത്യസന്ധമായി പ്രവർത്തിക്കുന്ന നരേന്ദ്രമോദിക്കൊപ്പം ചേരും. AP അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. ഒരു നല്ല രാഷ്ട്രീയക്കാരനാകാൻ വേണ്ട പ്രധാന ഗുണം 1 സത്യസന്ധതയും മര്യാദയും, 2 ജനങ്ങളോടുള്ള അടുപ്പവും അവരെ സേവിക്കാനുള്ള സന്നദ്ധതയും, 3 രാഷ്ട്രീയത്തെ സംബന്ധിച്ച ജ്ഞാനം വളർത്തൽ. കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയായിരുന്ന ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന EMS നമ്പൂതിരിപ്പാടിന്റെ വാക്കുകളാണ് ഈ പറഞ്ഞത്. ഒരു നല്ല രാഷ്ട്രീയക്കാരന് ഉണ്ടാകേണ്ടിയിരുന്ന ഗുണങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ ഗുണങ്ങളുള്ള ലോകം കണ്ട ഭാരതത്തിലെ മറ്റൊരു നല്ല രാഷ്ട്രീയ നേതാവും പ്രധാനമന്ത്രിയും ഒക്കെയാണ് നരേന്ദ്രമോദി. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയക്കാരന് വേണ്ട ഗുണങ്ങൾ ഇരുവരിലും പൊതുവായുണ്ട്. ആ കാഴ്ചപ്പാടിൽ തന്നെയാണ് അബ്ദുള്ളക്കുട്ടി ഇങ്ങനെ ഒരു വിലയിരുത്തൽ നടത്തിയിട്ടുണ്ടാവുക. ജീവിതത്തിലെ ലാളിത്യം കൊണ്ടും എഴുത്തും വായനയും അറിയാത്ത സാധാരണക്കാരനെ ആശയപരമായി ബലവത്താക്കിയ പ്രസംഗങ്ങൾ കൊണ്ടും അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിച്ചു മരിച്ച EMS-നെയാണ് മലയാളികൾ എന്നും ഓർത്തെടുക്കുന്നത്. തീപ്പൊരികൾ പാറുന്ന ദാർശനിക സംവാദങ്ങൾ, എതിരാളികളെ നിഷ്പ്രഭരാക്കുന്ന ചാട്ടുളി പോലുള്ള പ്രയോഗങ്ങൾ, ഇടപെടലുകൾ, അവസാനം വരെ തൊഴിലാളി വർഗത്തോട് പുലർത്തിയ കൂറ്, ഇങ്ങനെ EMS-നെ വിശേഷിപ്പിക്കാൻ വാക്കുകൾ പോരാതെ വരും. അക്കാലത്ത് ജയിൽവാസം അനുഭവിച്ചതും നേതൃനിരയിലേക്ക് ഉയർന്നതും EMS-ന്റെ ജീവിതത്തിൽ നിർണായകമായി. ഏതാനും സംസ്ഥാനങ്ങളിൽ മാത്രം സ്വാധീനമുള്ള ഒരു പാർട്ടിയുടെ നേതാവായിട്ടും രാജ്യത്തെ സർക്കാരുകളെല്ലാം EMS-ന്റെ വാക്കുകൾക്ക് വില കൽപ്പിച്ചു. ആശയങ്ങൾ രൂപീകരിക്കുന്നതിലും അത് പ്രയോഗത്തിൽ വരുത്തുന്ന കാര്യത്തിലും പുതിയ കേരളത്തിന്റെ ശില്പികളിൽ ഒരാളായിട്ടാണ് EMS-നെ എന്നും കണക്കാക്കുന്നത്. ജനകീയ ആസൂത്രണ പദ്ധതിയുടെ മുൻനിരക്കാരിൽ ഒരാൾ കൂടിയായിരുന്ന അദ്ദേഹം 1998 മാർച്ച് 19 തന്റെ 89-ാം വയസ്സിലാണ് വിടവാങ്ങിയത്. 18 വർഷം വേദം പഠിക്കാൻ ചെറുപ്പത്തിൽ EMS നിർബന്ധിക്കപ്പെട്ടു. അർത്ഥം മനസ്സിലാക്കാതെയുള്ള വേദപഠനം ജീവിതത്തിലെ വലിയൊരു നഷ്ടമായിരുന്നു എന്ന് EMS തന്നെ പിന്നീട് സൂചിപ്പിച്ചിരുന്നു. ഒളപ്പമണ്ണയുടെ പിതാവിന്റെ സഹോദരപുത്രൻ OMC നമ്പൂതിരിയുടെ ഋഗ്വേദത്തിന്റെ പരിഭാഷ മലയാളത്തിലേക്ക് ഭാഷാന്തരം വരുത്തി അത് കൈമാറുന്നതിന് EMS-നെയാണ് സംസ്കൃത പണ്ഡിതനായ OMC തിരഞ്ഞെടുത്തത്. EMS-ന് വേദപഠനത്തിലുള്ള അഗാധ പാണ്ഡിത്യത്തിന്റെ തെളിവാണത്. പ്രകാശന ചടങ്ങ് ദില്ലിയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവു ആണ്. ക്ലാസിക് കലകളിലും EMS ദൈവ തൽപരനായിരുന്നു. ഈ രംഗത്തെ EMS-ന്റെ സംഭാവനകളെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ വലിയൊരു പഠനം നടന്നിട്ടുണ്ടോ എന്നതറിയില്ല. 1987 പാലക്കാട് നടന്ന കർഷക തൊഴിലാളി യൂണിയന്റെ 3ാം അഖിലേന്ത്യാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച മാനവീയം കഥകളിക്ക് പ്രചോദനം EMS ആയിരുന്നു. ഈ കഥകളി കാണാൻ EMS പാലക്കാട് കോട്ട മൈതാനത്ത് ആദ്യ അവസാനം ഉണ്ടായിരുന്നു. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 1988 5ാം പാർട്ടി കോൺഗ്രസ് അമൃത്സറിൽ നടക്കുമ്പോൾ അവിടെ അവതരിപ്പിച്ച ഭഭ കേരളീയ പരിപാടിയിൽ നാട്യകലയിലെ അത്ഭുതം ഗുരു ഗോപിനാഥിന് അവസരം നൽകിയതും EMS ആയിരുന്നു. EMS ഒരു എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളോടും ഒരേ രീതിയിൽ പെരുമാറുന്ന ഒരു നല്ല രാഷ്ട്രീയ നേതാവായിരുന്നു. രാഷ്ട്രീയക്കാരന് വേണ്ട എല്ലാ സദ്ഗുണങ്ങളും ഉള്ള ഒരു വ്യക്തിയായിരുന്നു. അതേ സദ്ഗുണങ്ങൾ അഴിമതി ഒരല്പം പോലും തൊടാത്ത ഒരു വ്യക്തി, അങ്ങനെയുള്ള ഒരാളാണ് ഇന്ന് ഭാരതം ഭരിക്കുന്ന നരേന്ദ്രമോദി എന്ന ലോക നേതാക്കൾക്ക് വരെ വളരെയധികം ബഹുമാനമുള്ള നമ്മുടെ നേതാവ്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയെയും EMS-നെയും ഒരുപോലെ എന്ന, അല്ലെങ്കിൽ രാഷ്ട്രീയം കണ്ട കേരള രാഷ്ട്രീയം കണ്ട ഭാരത രാഷ്ട്രീയം കണ്ട 2 പ്രമുഖരായ മഹത് വ്യക്തികൾ എന്ന് വിലയിരുത്തുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നുവെങ്കിൽ മോദിക്കൊപ്പം ചേർന്നേനെ എന്ന് പറയുമ്പോൾ ഇവരുടെ 2 പേരുടെ ഗുണങ്ങളുടെ ഒരു താരതമ്യം കൂടിയാണ് അബ്ദുള്ളക്കുട്ടി നടത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.